അകത്താര് പുറത്താര് ഓൺ വിമൻ ആൻഡ് ബൗണ്ടറീസ് എന്ന വിഷയത്തിലെ പറ്റി സംസാരിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്. നർത്തകി ആയതിനാൽ തന്നെ ഡാൻസ് കളിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. എന്നാലും എൻ്റെ ഹൃദയത്തിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു വിഷയമായതിനാൽ അതിനെപ്പറ്റി ഒരു ടോക്ക്, അതിനുപരി ഒരു സ്ത്രീ എന്നുള്ള ഒരു നിലയ്ക്ക്, ഒരു നർത്തകി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ സമൂഹത്തിൽ കൂടെ ഇങ്ങനെ നാവിഗേറ്റ് ചെയ്യുന്നു. ഒരു 2 വർഷം മുമ്പ് ഞാനൊരു ഡിവോഴ്സിലൂടെ കടന്നു പോവുകയുണ്ടായി. അതിനെപ്പറ്റി ഒരു 6 മാസം മുമ്പ് ഞാനൊരു കുറിപ്പ് എഴുതി. അപ്പോൾ ആ കുറിപ്പ് ഞാൻ കൃഷ്ണമൂർത്തി സാറിന് ആയിട്ട് ഞാൻ ഷെയർ ചെയ്തപ്പോൾ അത് വായിച്ചപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇതിനെപ്പറ്റി സംസാരിക്കണം. ഇപ്പോഴും ഒരുപാട് പേര് ഡിവോഴ്സിൽ കൂടെ കടന്നു പോവാൻ തയ്യാറാണെങ്കിൽ പോലും അതിനെപ്പറ്റി മുന്നിലോട്ട് വന്ന് സംസാരിക്കുന്നില്ല പലരും. അപ്പം യു ഷുഡ് ടോക്ക് അബൌട്ട് ദിസ്. കൃഷ്ണമൂർത്തി സാറുമായിട്ട് ഒരുപാട് വർഷത്തെ ആത്മബന്ധമാണ് എനിക്കുള്ളത്. എൻ്റെ പിതൃ തുല്യനായിട്ടുള്ള ഒരു ഫിഗറാണ് എനിക്ക് കൃഷ്ണമൂർത്തി സാർ എന്ന് പറയുന്നത്. സാർ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയിരുന്നു ബാംഗ്ലൂർ. 8-9 വർഷം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തി പോകുന്നത്. ഞാൻ എൻ്റെ PhDക്കായി ഞാൻ ഡൽഹിയിലോട്ട് മാറേണ്ടി വന്ന സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ നിർത്തേണ്ടി വന്നു. അന്ന് ഒരു 100-ൽ പരം സ്റ്റുഡൻസ് എനിക്ക് അന്നുണ്ടായിരുന്നു. പെർഫോമൻസുകളും ആയിട്ട് അങ്ങനെ ഉണ്ടായ ഞാൻ സ്ത്രീകൾക്കെതിരെ ഒരുപാട് ക്രൈംസ് നടക്കുന്ന ഒരു സിറ്റി ആയിട്ടുള്ള ഡൽഹിയിലേക്ക് മാറി താമസിക്കാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ PhD ഞാനിപ്പോൾ JNUവിൽ നിന്നും സോഷ്യൽ ഹിസ്റ്ററി ഓഫ് പെർഫോമൻസ് ഇൻ കേരള ഫ്രം 9 to 17th century എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ് ഞാൻ എൻ്റെ PhD ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു 2 വർഷം ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഡൽഹിയിൽ താമസിച്ചത്. അപ്പം പല പല ഐഡൻറ്റിറ്റികളുള്ള ഒരു സ്ത്രീ ആയിട്ടുള്ള ഞാൻ എങ്ങനെ ഈ സമൂഹത്തിനെ നാവിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ അനുഭവങ്ങളിലൂടെ പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ വിഷയം ബൗണ്ടറീസ് എന്നാൽ അതിരുകൾ. സ്ത്രീകൾക്ക് അതിരുകൾ അഥവാ അതിർത്തികൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആര് കൽപ്പിക്കുന്ന അതിർത്തി? എന്ന ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെ ഇൻസ്പയർ ചെയ്ത് ഏതാനും കുറച്ച് സ്ത്രീകൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇത് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കൊർണേലിയ സൊറാബ്ജി എന്ന ഇന്ത്യൻ വനിത, സൗത്ത് ഏഷ്യയിലെ ആദ്യ വനിതാ അഭിഭാഷക, ഓക്സ്ഫോർഡിലെ ആദ്യ വനിതാ ലോ ഗ്രാജുവേറ്റ്. സ്ത്രീ ആയെന്നതിനാൽ തനിക്ക് നിഷേധിക്കപ്പെട്ട സ്ഥാനങ്ങൾ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ഒരു വനിത. ഒട്ടനേകം സ്ത്രീകൾക്ക് മാർഗദർശിയായിരുന്ന ഒരു വനിത. 2, ഡോക്ടർ ഹൈമവതി സെൻ. 10ാം വയസ്സിൽ വിധവയായ, വാരണസിയിലും ബംഗാളിലും അതിനുശേഷം വാരണസിയിലും ബംഗാളിലുമൊക്കെ ഒരുപാട് വർഷം ജീവിച്ച് പിന്നീട് പുനർവിവാഹം ചെയ്ത് മെഡിക്കൽ രംഗത്തിലേക്ക് കടന്നു വന്ന് ഇന്ത്യയുടെ ആദ്യ വനിതാ ഡോക്ടറായ ഹൈമവതി സെൻ. 3, എൻ്റെ വലിയ മുത്തശ്ശിയായ ശ്രീമതി ലളിതാംബിക അന്തർജനം. അന്തർജനങ്ങൾക്ക് അന്ന് ഏർപ്പെടുത്തിയിരുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ റെസ്ട്രിക്ഷൻസിനെ ലംഘിച്ച് അതിന് പുറത്തു വന്ന പൊതുപ്രവർത്തക, എഴുത്തുകാരി. 4, എൻ്റെ പ്രൊഫസറായ R മഹാലക്ഷ്മി. JNUവിലെ ഹിസ്റ്ററി പ്രൊഫസറാണ്. നോർത്ത് ഇന്ത്യൻ നഗരമായിട്ടുള്ള ഡൽഹിയിൽ ഒരു സ്ത്രീ മാമിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു സ്ത്രീ സ്വന്തം വിക്ടിംഹുഡുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യരുത് എന്ന് എപ്പോഴും വീണ്ടും വീണ്ടും പറയുന്നൊരു വ്യക്തിയാണ് മാം. 5, എൻ്റെ അമ്മ. ഒരു യാഥാസ്ഥിക ചുറ്റുപാടുകളിൽ നിന്നും ജനിച്ചു വളർന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന് സ്വന്തമായിട്ടുള്ള ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങി. ഇപ്പോൾ ഒരു 10-35 വർഷമായി ഡാൻസ് ക്ലാസ് എടുക്കുന്നു. വീട്ടുജോലികളും ഞങ്ങളെ നോക്കലും അച്ഛൻ്റെ കാര്യം നോക്കൽ, മുത്തശ്ശനുണ്ടായിരുന്ന സമയത്ത് മുത്തശ്ശിയുടെ കാര്യം എല്ലാം നോക്കിക്കൊണ്ട് എപ്പോഴും ചിരിച്ച് വീട്ടിൽ ആര് വന്നാലും അവർക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെയുള്ള എൻ്റെ അമ്മ. ഇത്തരത്തിലുള്ള ഒരുപാട് വനിതകളെ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വനിതകൾക്കായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ആരംഭിക്കുന്നു.
സ്ത്രീ എന്ന വിഷയത്തെപ്പറ്റി ഞാൻ ആദ്യമായി പറയാൻ തുനിഞ്ഞത് എൻ്റെ 12ാം ക്ലാസ്സിലാണ്. ഒരു ഗേൾസ് സ്കൂളിലെ ക്ലാസ് മുറിക്കുള്ളിൽ അന്ന് ഒരു ഡിബേറ്റ് മത്സരം അത് നടക്കുമ്പോൾ സ്ത്രീകൾക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്, എൻ്റെ കൂട്ടുകാരി എന്നോട് ചോദിച്ചു, സ്ത്രീകൾക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നാണ് ഉത്തരം പറയുന്നത്? തെങ്ങിൽ കയറാനോ അതോ രാത്രി 8 മണിക്ക് ശേഷം വെളിയിലിറങ്ങാനുള്ള സ്വാതന്ത്ര്യമോ? തെങ്ങിൽ കയറാനും രാത്രി ഇറങ്ങി നടക്കാനും ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ആണുങ്ങൾ തെങ്ങിൽ കയറിക്കോട്ടെന്നെ. അതുപോലെ നമ്മൾ സ്ത്രീകൾ മാത്രം ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ടല്ലോ, അത് തങ്ങൾക്കും ചെയ്യണമെന്ന് അവരവകാശപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി ഒരു പെണ്ണ് തെങ്ങിൽ കയറാൻ പരിശീലനം എടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിൽ പല പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ലേ? എന്ത് വസ്ത്രം ധരിച്ച് അവൾ ആ തെങ്ങിൻ്റെ മുകളിൽ കയറും? അതും ആണുങ്ങളെ പോലെ ലുങ്കി എടുത്തുകൊണ്ട് തന്നെ കയറണമെന്ന് പറയുമോ ആവോ? എങ്കിൽ വരാമെന്നുള്ള ഒരു ലജ്ജാവഹമായ ഒരു സാഹചര്യത്തെ പറ്റി നമുക്ക് ഏവർക്കും ആലോചിക്കാമല്ലോ. ഇനി രാത്രി ഇറങ്ങി നടക്കുന്നതിനെ പറ്റി, എന്തിനാണ് ഈ 7 മണിക്കും 8 മണിക്കും വെളിയിൽ ഇറങ്ങി നടക്കേണ്ട കാര്യം? 8 മണിക്ക് മുമ്പ് ചെയ്യാമെന്നുള്ള ജോലികളല്ലേ ഉള്ളൂ നമുക്ക്. ഈ 7 മണിക്കും 8 മണിക്കും വെളിയിൽ ഇറങ്ങി നടക്കണം എന്ന് പറയുന്ന സ്ത്രീകളുടെ ഉദ്ദേശം നമുക്കറിയാമല്ലോ. എന്തുണ്ടാക്കാനാ ഈ 8 മണിക്ക് ഇറങ്ങി നടന്നിട്ട്, അല്ലെങ്കിൽ അതിനുശേഷം ഇറങ്ങി നടന്നിട്ട്? അപ്പോൾ അതങ്ങ് വേണ്ട എന്ന് വച്ചാൽ പോരെ. ഇത് കേട്ടതും ആ ഗേൾസ് സ്കൂളിലെ ക്ലാസ് മുറിയിൽ ഞാൻ ഒഴികെയുള്ള എല്ലാ സുഹൃത്തുക്കളും കൈയടിച്ചു. എൻ്റെ സുഹൃത്ത് പ്രത്യക്ഷത്തിൽ വിജയിയായി. ആ കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് അന്ന് ഉത്തരം പറയാനോ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനോ കഴിയാതെ ഞാൻ മൗനത്തോടെ അവിടെ നിന്നു. അന്ന് ആ ചരിത്രപ്രധാനമായിട്ടുള്ള ഗേൾസ് സ്കൂളിൻ്റെ ക്ലാസ് മുറിയിൽ ഉണ്ടായത് എൻ്റെ പേഴ്സണൽ ഒരു പരാജയമായിട്ടല്ല എനിക്ക് തോന്നിയത്. എൻ്റെ മുന്നിൽ നിന്ന് കൈയടിച്ച ആ കുട്ടികളും അവരുടെ ഒരു എക്സ്പാൻഷനായിട്ട്, ആ സമൂഹത്തിൻ്റെ തന്നെയും ഒരു ഫെയിലിയറായിട്ടാണ്, അത് തോറ്റുപോകുന്നതായിട്ടാണ് എനിക്കന്ന് തോന്നിയത്. വാക്കുകളിലെ മാറ്റം വന്നിട്ടുള്ളൂ. എൻ്റെ കൂട്ടുകാരി ഉന്നയിച്ച അതേ ചോദ്യം പിന്നീട് പല ഘട്ടങ്ങളിലും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യം ആണ് ഇവിടെ വേണ്ടെന്ന് വയ്ക്കപ്പെടുന്നത്? എന്തിനുള്ള അവകാശമാണ് ഇവിടെ വേണ്ടെന്ന് വയ്ക്കപ്പെടുന്നത്? എന്താണ് സ്ത്രീയുടെ അതിര്? ആരാണ് അത് നിശ്ചയിക്കുന്നത്? ഞാനിവിടെ സംസാരിക്കാൻ തീരുമാനിച്ചപ്പോൾ, വിഷയം ഇതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, എന്നോട് വളരെ അടുപ്പമുള്ള, എൻ്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ സന്തോഷമാണ് ഏറ്റവും പ്രധാനം, അതാണ് ഏറ്റവും മുഖ്യം. നമ്മൾ ഓരോരുത്തരും ആ സന്തോഷം അച്ചീവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരു സ്ത്രീയുടെ സന്തോഷം നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ, ഒരു കല്യാണം കഴിക്കുക, ആ കുടുംബത്തിൽ ഭർത്താവിനെ നോക്കി 2 കുഞ്ഞുങ്ങളൊക്കെ ആയി അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുക, അങ്ങനെ ഒരു നല്ല സ്ത്രീയായിട്ട് വീട്ടിലിരിക്കുക എന്നുള്ളതിലാണ് അവരുടെ സന്തോഷം. എന്നിട്ട് ഉദാഹരണമായിട്ട് ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ്, അവരെ പോലെ ആവരുത്. അവരുടെ പേഴ്സണൽ ലൈഫ് നോക്കൂ, അവരുടെ പേഴ്സണൽ ലൈഫ് ആകെ പൊടിഞ്ഞ് പപ്പടമായിരിക്കുകയാണ്. അങ്ങനെ ആവരുത് നീ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് കേട്ടപ്പോൾ എൻ്റെ അച്ഛനല്ലല്ലോ ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം എന്ന് തോന്നി. എന്നാലോചിച്ച് ഞാൻ അന്ന് ആശ്വസിച്ചു. എന്തായാലും ആ ഉപദേശം കൊണ്ട് എനിക്കുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുക, ഇന്നും ഈ സമൂഹത്തിൽ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത് എന്തുകൊണ്ട് ആവശ്യമാണ് എന്ന് എനിക്ക് ഒന്നുകൂടി ബോധ്യമായി. ഇതിനെപ്പറ്റി ഒരുപാട് ഫെമിനിസ്റ്റുകൾ സംസാരിച്ചിട്ടുണ്ട്. അക്കാദമിക്കായിട്ടും അല്ലാതെയും ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഒരു ടാഗ് ഒന്നുമില്ലാതെ വെറും ഒരു സ്ത്രീ ആയിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. അന്ന് ആ ഗേൾസ് സ്കൂളിലെ 12ാം ക്ലാസ്സിലെ തർക്കവേദിയിൽ പ്രത്യക്ഷത്തിൽ പരാജിത എന്ന് എല്ലാവരും വിചാരിച്ച ആ പെൺകുട്ടി അന്ന് തിരിച്ചുന്നയിക്കാൻ സാധിക്കാത്ത ചോദ്യങ്ങളും
കൊടുക്കാനാവാത്ത ഉത്തരങ്ങളുമായി നിന്ന ആ പെൺകുട്ടി മുതിർന്ന ഒരു സ്ത്രീയായിരിക്കുന്നു. ആ സ്ത്രീയായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഇന്ന് എൻ്റെ കയ്യിൽ ഈ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുണ്ടോ? ആ ഉത്തരം പറയാനാണോ ഞാൻ ശ്രമിക്കുന്നത്? സത്യത്തിൽ അതിനല്ല ഞാൻ ശ്രമിക്കുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനും കൂടുതൽ ചോദ്യം ഉന്നയിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സാഹചര്യം ഇനി കുറച്ചൊന്ന് പുറകിലേക്ക് പോയാൽ എൻ്റെ വലിയ മുത്തശ്ശിയായ ലളിതാംബിക അന്തർജനത്തിന് ഇത്തരം വളരെ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മുത്തശ്ശിയുടെ ആദ്യത്തെ രചന ശാരദ എന്ന മാസികയിലായിരുന്നു പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഗാന്ധിജിയെ പറ്റിയുള്ള ഒരു ലേഖനമായിരുന്നു അത്. അഭിനവ പാർത്ഥസാരഥി എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ തലക്കെട്ട്. അത് മുത്തശ്ശി ആരും അറിയാതെ ഒളിച്ച് പറഞ്ഞാൽ വഴക്ക് കിട്ടുമോ എന്ന് പേടിച്ചിട്ട് ആരും അറിയാതെ മുത്തശ്ശി സ്വന്തമായിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഈ പ്രസ്സിലേക്ക്. ഇത് കഴിഞ്ഞ് ഇത് അച്ചടിച്ച് വന്ന സമയത്ത് മുത്തശ്ശിയുടെ അച്ഛൻ ഇത് കാണുകയുണ്ടായി. എന്നിട്ട് മുത്തശ്ശിയോട് വിളിച്ച് ചോദിച്ചു, ഇത് നീ അയച്ചു കൊടുത്തതാണോ? എന്തായാലും നന്നായിട്ടുണ്ട്, ഇനി അടുത്ത പ്രാവശ്യം നീ ഇതുപോലെ അയച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞിട്ട് കൊടുത്തോളൂ, ഞാൻ വായിക്കാം, പറഞ്ഞിട്ട് അയച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശി തിരിച്ചു നടക്കുമ്പോൾ ആ വലിയ മുത്തശ്ശിയുടെ അച്ഛൻ മകളെ നോക്കി പറഞ്ഞു അത്രേ, പാവം കുട്ടി, അവൾക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അത്രേ. വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും അതിനെപ്പറ്റി എഴുതുകയും ചെയ്യുന്ന സ്ത്രീകളുടെ ഭാവി ജീവിതത്തിൽ, പ്രത്യേകിച്ച് അവരുടെ പേഴ്സണൽ ജീവിതത്തിൽ വരുമെന്ന് വിചാരിക്കുന്ന ആ സങ്കടങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ സങ്കോചങ്ങളെ പറ്റിയും ആലോചിച്ചായിരുന്നു ആ മുത്തശ്ശൻ അന്ന് അത് പറഞ്ഞിരുന്നത് എന്ന് പിന്നീടാണ് മുത്തശ്ശി മനസ്സിലാക്കിയത് എന്ന് മുത്തശ്ശി കുറിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ജനിച്ചു വളർന്ന ഒരു സാഹചര്യം എടുത്താൽ സ്ത്രീകളെ പറ്റിയും സ്ത്രീ പുരുഷ ബന്ധങ്ങളെ പറ്റിയും വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുള്ള സ്ത്രീകളെ പറ്റി കേട്ടും അവരെ കണ്ടുമാണ് ഞാൻ വളർന്നത്. ഒരു വശത്ത് ലളിതാംബിക അന്തർജനം എന്ന് പറയുന്ന എൻ്റെ മുത്തശ്ശി, സച്ച് എ ടോൾ ഫിഗർ, എന്നത്തെ കാലത്ത് ഇന്നും മലയാളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സ്ത്രീയായിട്ടുള്ള എഴുത്തുകാരി. ആ വലിയ മുത്തശ്ശിയുടെ മകളായ എൻ്റെ മുത്തശ്ശി അന്നത്തെ കാലത്ത് സ്വജാതിയിൽ നിന്നാണെങ്കിൽ പോലും എൻ്റെ മുത്തശ്ശനെ പ്രണയവിവാഹം ചെയ്ത് വളരെ സ്റ്റൈലായിട്ട് സ്വന്തം പേഴ്സണാലിറ്റിയും സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വവും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ മുത്തശ്ശി ഒരു വശത്ത്. മറുവശത്തിൽ എൻ്റെ അമ്മയുടെ അമ്മ വളരെ യാഥാസ്ഥികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന അമ്മമ്മയ്ക്ക് ഭർത്താവായിരുന്നു സ്വന്തം ദൈവം. ഭർത്താവ് കഴിച്ച ഇലയിൽ ഭർത്താവിനെ തൊട്ടുകൊണ്ട് കഴിച്ചതിന് ശേഷം പ്രദക്ഷിണം വച്ച് അദ്ദേഹം ഇരുന്ന ആ പീഠത്തിലിരുന്ന് അതേ ഇലയിൽ ചോറ് വിളമ്പി കഴിക്കുമായിരുന്ന അമ്മമ്മയാണ് മറ്റൊരു വശത്ത് ഞാൻ കണ്ടു വളർന്നിരിക്കുന്നത്. ഇനി അവരുടെ ചെറുമകളായ ഞാൻ എൻ്റെ സ്ത്രീത്വത്തെ സന്തോഷപൂർവ്വം ഉൾക്കൊണ്ടു തന്നെ എൻ്റെ സ്ത്രൈണതയെ കൈവിടാതെ ഒരു പേട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, എൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. തനിച്ചുള്ള എൻ്റെ ആദ്യ ദൂരയാത്ര ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. അമ്മാത്തേക്കുള്ള ഒരു യാത്രയായിരുന്നു അത്. പല ട്രെയിൻ കയറി ഇറങ്ങി, ബസ് കയറി, നടന്നാണ് ഞാൻ അന്ന് അമ്മാത്തേക്ക് എത്തിയത്. അതിനുശേഷം 21ാം വയസ്സിൽ ഒഡിസി പഠിക്കണമെന്ന് ഞാൻ തീരുമാനിച്ച സമയത്ത് അവിടെ ഒരു കോണ്ടാക്റ്റ് കണ്ടെത്തി. തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ടൊരു ട്രെയിൻ കിട്ടാത്തതിനാൽ പല ട്രെയിനുകൾ കയറി ഇറങ്ങി ഭുവനേശ്വറിലെത്തുമ്പോൾ രാത്രി 10 മണി. ഭുവനേശ്വരിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത കട്ടക്കിലാണ് എനിക്ക് എത്തിപ്പെടേണ്ടത്. ഭാഷ പോലും അറിഞ്ഞൂടാത്ത ഒരു സ്ഥലം, ഹിന്ദിയും കഷ്ടിച്ചേ അറിയുള്ളൂ അന്ന്. അങ്ങനെ മുറി ഹിന്ദിയിൽ കാലി ഭയ്യ എന്ന് പറയുന്ന ആ റെയിൽവേ സ്റ്റേഷന് വെളിയിലുള്ള ഓട്ടോ ഭയ്യയുമായിട്ട് സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ഞാൻ അന്ന് അവിടെ ഭുവനേശ്വരിൽ രാത്രി എത്തിപ്പെടുന്നത്. ആ യാത്രയും ഒരു ഒറ്റയ്ക്കുള്ള യാത്രയായിരുന്നു.
ഭുവനേശ്വർ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പേര് കുറച്ച് സാമൂഹികമായിട്ടുള്ള കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഞങ്ങൾ കുറച്ച് പേര് ഇൻവോൾവ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഭുവനേശ്വരിൽ നിന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കട്ടക്കിലേക്ക് ബസ് കിട്ടാൻ വൈകിയതിനാൽ 10:30 മണിക്കാണ് ഹോസ്റ്റലിൽ കയറേണ്ടത്. പക്ഷേ കുറച്ച് വൈകി 10:45 എത്തിയപ്പോൾ ഞങ്ങൾ 5 പേരാണ് ആ ഒരു പരിപാടിക്ക് വേണ്ടി പോയിരുന്നത്. എന്നാൽ തിരിച്ചെത്തിയപ്പോൾ 3 ആൺകുട്ടികൾ, ഞങ്ങൾ 5 പേരിലുള്ള 3 ആൺകുട്ടികൾ ഒരു സോറി പറഞ്ഞ് ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവരെ അകത്ത് കയറ്റി. എന്നാൽ ഞങ്ങൾ 2 പെൺകുട്ടികളെ അകത്ത് കയറ്റിയില്ല. വലിയ പ്രശ്നമായി. വാർഡൻ വന്നു, ടീച്ചേഴ്സിനെ വിളിച്ചു, ടീച്ചേഴ്സ് വെളിയിൽ വന്നു. അവസാനം വൈസ് ചാൻസലറിൻ്റെ അടുത്ത് വരെ എത്തി ഈ പ്രശ്നം. 2 പെൺകുട്ടികൾ വെളിയിൽ പോയി. 10:45 എത്തിയപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കും അലട്ടലുകൾക്കും ശേഷം 12:30 ഞങ്ങൾക്ക് അന്നകത്ത് കയറാൻ പറ്റിയത്. അടുത്ത ദിവസം ഒരു ടീച്ചർ എന്നോട് വിളിച്ചു പറഞ്ഞു, ആണുങ്ങളുടെ കൂടെയാണ് വെളിയിലുണ്ടായിരുന്നത് എന്ന് ആരോടും പറയണ്ട, നാണക്കേടാണ്. കാര്യം സാമൂഹിക പ്രവർത്തനമൊക്കെ ആണെങ്കിലും സ്ത്രീ ആയതിനാൽ ഒരു സമയപരിമിതിയുണ്ട്, ഇല്ലെങ്കിൽ സമൂഹം നമ്മളെ കുറ്റപ്പെടുത്തുള്ളൂ. 12ാം ക്ലാസ്സിൽ എൻ്റെ മുന്നിൽ നിന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ മൗനം പാലിച്ചു. ഉന്നയിക്കാനാവാത്ത ചോദ്യങ്ങളും കൊടുക്കാനാവാത്ത ഉത്തരങ്ങളുമായി വീണ്ടും ഞാൻ ആ ടീച്ചറുടെ മുന്നിൽ മൗനത്തോടെ നിന്നു. അന്ന് അവിടെ വിലക്കപ്പെട്ടത് ഞാൻ എന്ന സോഷ്യലി ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയെ അല്ല, ഞാൻ എന്ന സ്ത്രീയെയാണ്. ഒരു നിശ്ചിത സമയപരിധിയിൽ അതിൻ്റെ അതിരുകൾ അനുസരിച്ച് പെരുമാറണമെന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന സ്ത്രീയാണ് അന്നവിടെ നിന്നത്. സമയമെന്ന് എനിക്ക് ആവശ്യമില്ലാത്ത അതിര്. അതിനുശേഷം പല കല്യാണാലോചനകൾ വരാൻ തുടങ്ങിയ സമയത്ത് നർത്തകി എന്ന പ്രൊഫൈൽ കണ്ടപ്പോൾ പല ആലോചനകൾ കൊണ്ടുവരുന്ന ആ കുടുംബത്തിലെ ആൾക്കാർ പറഞ്ഞത് ഇതായിരുന്നു, പ്രോഗ്രാമിന് വേണ്ടി കുട്ടിക്ക് പല സ്ഥലത്ത് പോകേണ്ടി വരും, അപ്പോൾ പലയിടത്തെങ്കിലും സഞ്ചരിക്കേണ്ടി വരും, വിവാഹം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ല, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കുട്ടിയെ കൊണ്ട് നടക്കേണ്ടി വരും, അതിന് ഞങ്ങൾ തയ്യാറല്ല എന്നായിരുന്നു അതിൽ പലരും പറഞ്ഞിരുന്നത്. ഇതിനെല്ലാം ശേഷം വിവാഹിതയായ സമയത്തും ഇതുപോലെ ചില എതിർപ്പുകൾ വന്നു തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, വിവാഹിതയാണെങ്കിലും വിവാഹിതയല്ലെങ്കിലും ഞാനെന്ന വ്യക്തിക്ക്, എൻ്റെ പേഴ്സണാലിറ്റിക്ക് മാറ്റമൊന്നുമില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തയാണ്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പെർഫോമൻസുകൾ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ഒരിക്കൽ ഒരു വിദേശയാത്ര ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം 3 മലയാളി ആണുങ്ങൾ എന്നെ വന്ന് കണ്ടു പരിചയപ്പെട്ടു. പ്രോഗ്രാം ഇഷ്ടമായി, എല്ലാം പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. സ്വാഭാവികമായി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ ഡാൻസ് ഡ്രസ്സ് ധരിച്ചിരിക്കുകയാണ്, വേണ്ടത്ര ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞൊരു ഷോളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം കഴിഞ്ഞതിനാൽ. ഞാൻ ആ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിലൊരാൾ എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് ഫോട്ടോസ്, ഞാൻ നൃത്തം ചെയ്യുമ്പോഴുള്ള ഫോട്ടോസും ഈ സെൽഫികളും എല്ലാം എനിക്ക് അയച്ചു തന്നു. ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഈ വ്യക്തി എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അശ്ലീല വീഡിയോ അയച്ചു തന്നു. പെട്ടെന്ന് ഷോക്ക്ഡായ ഞാൻ അദ്ദേഹത്തിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഭാരവാഹികളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു വിഷയമുണ്ടായി എന്ന്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള അവർ ഉടൻ തന്നെ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തു സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇതായിരുന്നു, നർത്തകിയായ അവൾ ആണുങ്ങളായ ഞങ്ങളുടെ കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. മറ്റേ നർത്തകിയുടെ ഭർത്താവ് കൂടെയുണ്ടായിരുന്നു. ഇവൾ വിവാഹിതയാണെങ്കിലും ഭർത്താവിൻ്റെ കൂടെയല്ല സഞ്ചാരം. അതുകൊണ്ട് സ്വാഭാവികമായും വീഴുന്ന ടൈപ്പ് പെണ്ണാണ് എന്ന് ഞാനങ്ങ് വിചാരിച്ചു. ഞാനൊരാണല്ലേ, അതിനെന്താണ് തെറ്റ്? ഇതാണ് അദ്ദേഹം ചോദിച്ച ആ ചോദ്യം. സമയമെന്ന അതിരിനെ, ബൗണ്ടറിയെ സ്ത്രീയായ ഞാൻ തിരിച്ചറിഞ്ഞതുപോലെയാണ് സ്പേസ് എന്ന ബൗണ്ടറിയെ സ്ത്രീയായ ഞാൻ അന്ന് തിരിച്ചറിഞ്ഞത്.
സ്കൂളിൽ വച്ച് എൻ്റെ കൂട്ടുകാരിയുടെ ചോദ്യത്തിലെ ആ തെങ്ങ് കയറ്റം എന്ന വാക്ക് അക്ഷരത്തിലും പ്രയോഗത്തിലുമല്ല നമ്മൾ കാണേണ്ടത്. നടപടിയുടെ സ്വഭാവത്തിൻ്റെ അർത്ഥത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. തെങ്ങുകയറ്റം എന്നാൽ കയറ്റമാണ്, മുകളിലേക്കുള്ള കയറ്റം. അവനൊരു മരം കയറി എന്ന് പറയുന്ന പദം എന്നൊരു യൂസേജ് നമുക്കില്ല. അവളൊരു മരം കയറി എന്ന് പറയുന്ന യൂസേജാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? ശരീരം, സ്ത്രീയുടെ ശരീരം, അതിനോടുള്ള സമീപനം. ഒരു ആണിൻ്റെ കൂടെ ചിരിച്ചുകൊണ്ട് നിന്ന് സെൽഫി എടുത്താൽ അത് അവളുടെ പേഴ്സണൽ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് അവളെ പ്രാപിക്കാനുള്ള സൂചനയാണ് എന്ന് കരുതുന്ന സമൂഹം. അവൾ നിശ്ചയിക്കുന്ന അവളുടെ പേഴ്സണൽ ബൗണ്ടറിയെ മാനിക്കാതെ സമൂഹം കൽപ്പിച്ചിട്ടുള്ള ബൗണ്ടറികളിലേക്ക്, സ്പേഷ്യലിയും ടെമ്പറലുമായിട്ടുള്ള ബൗണ്ടറികളിലേക്ക് അവളെ ലിമിറ്റ് ചെയ്യുന്നു. അതിനുള്ളിലെ ആ നിഷ്കർഷത, അതിനുള്ളിൽ വെളിയിൽ വരുന്നത് മറ്റുള്ളവർക്ക് അവൾക്കുമേൽ ലംഘിക്കാനുള്ള ഒരു ക്ലൂ ആയിട്ട് അതിനെ കരുതുന്നു. ഇനി രാത്രി ഉള്ള സഞ്ചാരത്തിൻ്റെ പ്രശ്നത്തിനെ പറ്റി ഈ വിഷയം വന്നപ്പോൾ നമ്മുടെ പല സംസ്ഥാനങ്ങളെയും മുഖ്യമന്ത്രിമാർ പോലും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ രാത്രി ഇറങ്ങി നടന്നിട്ടുള്ളത്? വളരെ വിവാദമായിട്ടുള്ള വിഷയമാണ്, എന്തിനാണ് വെളിയിലിറങ്ങി നടന്നിട്ടുള്ളത്, അതുകൊണ്ടല്ലേ ഈ പ്രശ്നം പറ്റിയത് എന്ന്. എൻ്റെ കണ്ണിൽ സെൽഫി എടുക്കാൻ ഒപ്പം നിൽക്കുന്നവൾക്ക് മേൽ ലംഘനമാകാമെന്നും എന്തിന് രാത്രിയിൽ ഇറങ്ങി നടക്കുന്നു എന്ന് ചോദിക്കുന്നവരും ഒരു നാണയത്തിൻ്റെ രണ്ട് പുറത്തുള്ളവരല്ല. അവർ ഒരു നാണയത്തിൻ്റെ ഒരേ പുറത്തുള്ളവരാണ്. അത് ശരിയാണ് എന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാകട്ടെ ആ നാണയത്തിൻ്റെ മറ്റ് മുഖത്തിലുള്ളവരും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആ നാണയമാണ് കൂടുതലും പ്രചാരത്തിലുള്ളത് എന്ന് ഞാൻ പറയും. ഇനി ആർട്ടിൻ്റെ ഫീൽഡിലേക്ക് വന്നാൽ, ഈയിടെ കഥകളി സംബന്ധിച്ച് ഒരു കഥ ഞാൻ വായിക്കാനിടയുണ്ടായി. കഥകളിയിലെ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്ന ഒരു പേപ്പർ ഞാൻ എഴുതുമ്പോഴാണ് ഞാൻ ഈ ഒരു കഥ കേൾക്കാനിടയായത്. ഈ അടുത്തിടയ്ക്കാണ് കലാമണ്ഡലം പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോലും കഥകളിക്ക് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചത്. ഇത് എപ്പോൾ തൊട്ടാണ് ഇങ്ങനെ ആയത് എന്നൊരു എൻക്വയറിയിലൂടെ ഞാൻ മനസ്സിലാക്കിയത്, 18-ാം നൂറ്റാണ്ടിൽ കാർത്യായനി എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥകളി അഭ്യസിച്ചിരുന്നു. അവർ ആദ്യമായിട്ട് വേദിയിലെത്തിയപ്പോൾ അവർ സുഗ്രീവൻ്റെ വേഷമാണ് ധരിച്ചിരുന്നതെന്നും അവർ ആദ്യമായി സ്റ്റേജിൽ കയറിയപ്പോൾ ബാലിയുടെ അലർച്ച കേട്ടിട്ട് മോഹാലസ്യപ്പെട്ട് വീണു എന്നുമാണ് കഥ. പിന്നീട് ഈ കാർത്യായനി റെക്കോർഡ്സിലൊന്നുമില്ലെങ്കിൽ പോലും അവരൊരു സ്ത്രീ ആയിരുന്നില്ല, അവരൊരു നപുംസകമായിരുന്നു എന്ന് പിന്നെ പ്രചാരത്തിൽ വന്നു. ഈ കഥ പരന്നതോടുകൂടി തന്നെ അക്കാലത്ത് പല സ്ത്രീകളും പിന്നീട് കഥകളി പഠിക്കാനും അഭ്യസിക്കാനും മടിച്ചു. ഇതാണ് മറ്റൊരു തന്ത്രം അല്ലെങ്കിൽ ഒരു സമീപനം ഞാൻ കണ്ടിരിക്കുന്നത്, അവളെ അവഹേളിക്കുക, അതിലൂടെ അതിർത്തി കടക്കലുകൾ തടയുക എന്ന ഒന്ന്. സ്ത്രീകൾക്ക് അവ്യക്തമായിട്ടുള്ള ചില രേഖകളുണ്ട്, ചില ലക്ഷ്മണ രേഖകൾ. അച്ഛൻ അനുവദിച്ചിട്ടുള്ള ഒരു രേഖ അത് ചിലപ്പോൾ അതിൻ്റെ വിസ്തീർണം കുറവായിരിക്കാം, ചിലപ്പം വലുതായിരിക്കാം. ഇനി അവൾക്കൊരു സഹോദരനുണ്ടെങ്കിൽ സഹോദരൻ കൽപ്പിച്ചിട്ടുള്ള വേറൊരു രേഖയുണ്ടാവാം. ആ രേഖ ചിലപ്പോൾ മറ്റൊരു രീതിയിലുള്ള രേഖയായിരിക്കാം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അവൾ വിവാഹിതയാവുമ്പോൾ ആ ഹസ്ബൻഡ് മറ്റ് ചില രേഖകൾ രേഖപ്പെടുത്തുന്നു. ചില സ്ത്രീകൾ പറയും, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്, ചില സ്ത്രീകൾ പറയും, എൻ്റെ അച്ഛന് ഞാൻ മുടി വെട്ടുന്നത് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ഒരു പ്രശ്നമില്ല, അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ചില സ്ത്രീകൾ പറയും, നേരെ തിരിച്ചു പറയും, എൻ്റെ അച്ഛൻ എനിക്ക് എല്ലാ ഫ്രീഡവും തന്നാണ് എന്നെ വളർത്തിയിരിക്കുന്നത്, അച്ഛൻ്റെ കാർ എടുത്ത് എനിക്ക് എവിടെ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ ഹസ്ബൻഡ് അങ്ങനെയല്ല, ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരും. അത്തരത്തിൽ നമ്മൾ അറിയാതെ ഇട്ടിരിക്കുന്ന രേഖകൾ, ആ രേഖകളുടെ അതിനകത്താണ് അവളുടെ സഞ്ചാരം.
76 വർഷങ്ങൾക്ക് മുമ്പ് സിമോൻ ദി ബുവോയ് എഴുതിയ സെക്കൻഡ് സെക്സ് എന്ന പുസ്തകത്തിൽ സമൂഹത്തിൽ ബൈ ഡീഫോൾട്ട് ആയിട്ടുള്ള ലിംഗം പുരുഷനും സ്ത്രീ എന്ന ലിംഗം പുരുഷനുമായി സംബന്ധിക്കുന്ന രണ്ടാം ലിംഗവുമായി മാറിയതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. കാരലിൻ ക്രിയാഡോ പെരസിൻ്റെ 2019 പുസ്തകമായിട്ടുള്ള ഇൻവിസിബിൾ വിമൻ എക്സ്പോസിംഗ് ഡേറ്റ ബയസ് ഇൻ ദ വേൾഡ് ഡിസൈൻ ഫോർ മെൻ വിശദീകരിക്കുന്നത് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളുടെയും മാനദണ്ഡമായി പുരുഷനെ സംബന്ധിച്ച ഡേറ്റ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. മാധ്യമ വാർത്തകളിലും അവയുടെ തലക്കെട്ടുകളിലും ഉൾപ്പെടെ പുരുഷൻ എന്നുദ്ദേശിച്ച് മനുഷ്യർ എന്ന പ്രയോഗത്തിൻ്റെ ഉദാഹരണങ്ങൾ എടുക്കുന്നതായിട്ട് കാരലിൻ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. സിമോൻ ദി ബുവോയ് 1949 പറഞ്ഞ ബൈ ഡീഫോൾട്ട് പുല്ലിംഗം കണക്കുകൾ ഉൾപ്പെടെയുള്ള ഒരു തുടർച്ചയായിട്ടാണ് 70 വർഷങ്ങൾക്ക് ശേഷം കാരലിൻ അവിടെ വിശദീകരിക്കുന്നത്. ഇനി മാറ്റങ്ങളോ മാറി നടത്തങ്ങളോ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ജോലിക്ക് വേണ്ടി സ്ത്രീകൾ അതായത് ഒരുപാട് സോഷ്യലി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ ലൈഫിന് സോഷ്യലി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും ജോലിക്ക് വേണ്ടി മാറുന്നു. ആൻഡ് അവർ നമ്മുടെ എക്കോണമിക്ക് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ നമുക്ക് മറക്കാനാവില്ലാത്ത ഒന്നാണ്. അന്ന് ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് ഉപരിപഠനത്തിന് വേണ്ടി പല സ്ത്രീകളും പല പെൺകുട്ടികളും വെളിയിൽ പോകുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ തനിച്ചും സ്ത്രീകളുടെ കൂട്ടായ്മയുമായി സോളോ ട്രിപ്പും ഒക്കെ ആയിട്ട് പലയിടങ്ങളിലും സഞ്ചരിക്കുന്നു. സ്ത്രീകളുടെ മൊബിലിറ്റിയിൽ ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാനാവില്ല. ഈ മൊബിലിറ്റി മനോഭാവങ്ങളിലും കൂടെ വന്നിരിക്കുന്ന ഒരു മൊബിലിറ്റി ആയിട്ട് എത്രത്തോളം കരുതാം എന്ന് നമുക്ക് ഇവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യനുണ്ടായ കാലം മുതൽ സ്ത്രീ എന്ന ജെൻഡർ ഇവിടെയുണ്ട്. എന്നാൽ സ്ത്രീയെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. അവരുടെ സ്ത്രൈണതയെപ്പറ്റിയും അവളുടെ വികാരങ്ങളെപ്പറ്റിയും ആവശ്യങ്ങളെപ്പറ്റിയും ആണുങ്ങളാണ് അതിനു മുമ്പ് വരെ എഴുതാറ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒറ്റപ്പെട്ട സ്ത്രീ ശബ്ദങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സംഘകാല ചരിത്രമെടുത്താൽ അതിൽ പല സ്ത്രീ പോയറ്റ്സിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്, വേദങ്ങളുടെ കാര്യം. അങ്ങനെ ഒറ്റപ്പെട്ട സ്ത്രീകളില്ലായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് അത് കുറച്ചും കൂടെ കരുത്താർജിക്കുന്നത്. തങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി ബോധ്യങ്ങൾ ഇല്ലാത്തതിനാലാണോ, പരിധികൾ ഭേദിക്കാനുണ്ടായ തടസ്സങ്ങളാണോ ഈ സ്ത്രീകളുടെ പരസ്യ നിലപാടുകൾക്ക് പ്രതിബന്ധമായിരിക്കുന്നത് എന്ന ചോദ്യം ഇന്നും നിലനിൽക്കുന്നു. പാട്രിയാർക്കി എന്ന ഒരു സമൂഹക്രമം അത് ആണുങ്ങൾ മാത്രമായിട്ടുണ്ടാക്കിയിരിക്കുന്നതല്ല. അതിന് സ്ത്രീകളും അതുപോലെ തന്നെ ഏജൻസ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹജീവികളോട് യാതൊരു അനുകമ്പയും ഇല്ലാതെ ആണുങ്ങളോട് വിരോധമുള്ള വേണ്ടാത്ത എന്തിനൊക്കെയോ വേണ്ടി വാദിക്കുന്നവരെന്ന് ഫെമിനിസ്റ്റുകളെ മുദ്ര കുത്തുന്നതാണ് ഇപ്പോൾ കാണുന്നത്. സ്ത്രീത്വത്തെക്കുറിച്ച് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് ഈ ഫെമിനിസ്റ്റുകൾ അവസരപരമായിട്ടുള്ള സമത്വത്തിനെ പറ്റിയാണ് എന്നും സംസാരിക്കുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങൾ പറയുമ്പോൾ, അതിൻ്റെ സമീപനങ്ങളിലെ പിഴവുകൾ എടുത്തു പറയുമ്പോൾ പലർക്കും അലോസരമുണ്ടാകുന്നു. മാറ്റത്തിനുള്ള എല്ലാ വാദത്തിനും എന്നും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ ആ അലോസരത്തിൽ ന്യായമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്ത്രീ എന്ന വ്യക്തിയുടെ ബൗണ്ടറിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വാക്ക് എൻ്റെ പേരിൽ തന്നെയുണ്ട്, അന്തർജനം എന്ന വാക്ക്. അകത്തിരിക്കേണ്ടവൾ എന്നുള്ള ഒരു വാക്കിൽ നിന്നും അന്നത്തെ സാമൂഹിക സിറ്റുവേഷൻ അനുസരിച്ച് വന്നിരിക്കുന്ന ഒരു വാക്കാണ് അന്തർജനം. ഇത് മനസ്സിലാക്കി ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു പേഴ്സണൽ രീതിയിൽ ഞാൻ അതിനെ ബഹിർജനം എന്ന് ആക്കി. സോഷ്യൽ മീഡിയയിലും മറ്റും ഉത്തര ബഹിർജനം എന്നാക്കി. എൻ്റെ അടുത്തുള്ള ഒരുപാട് പേർ എന്നെ ശാസിച്ചു, ഒരുപാട് എതിർത്തു.
സത്യത്തിൽ RG കൗർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ആ റേപ്പ് അറ്റംപ്റ്റ് ഉണ്ടായ സമയത്ത് ഒരു 3-4 ദിവസം ആ മാനസികാവസ്ഥയിൽ ഞാൻ വീട്ടിന് വെളിയിൽ ഇറങ്ങിയിട്ടില്ല. ഞാൻ വീട്ടിനകത്തിരിക്കുകയായിരുന്നു. ഞാൻ എന്ന സ്ത്രീക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഭേദം, എൻ്റെ സേഫ്റ്റിക്ക് അതാണ് ബെറ്റർ എന്നെനിക്ക് തോന്നിയ ഒരു സമയമുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ എന്ന് പോലും തോന്നിയ ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇതാണ് സമൂഹം പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി നീ അകത്തിരിക്കൂ. എപ്പോഴും ഒരു സ്ത്രീയുടെ സേഫ്റ്റി എന്ന് പറയുമ്പോൾ അത് എങ്ങനെ സേഫ് ആക്കണം എന്നുള്ളതിനുള്ള ഉത്തരം എപ്പോഴും അവളുടെ റെസ്ട്രിക്ഷനിൽ കൂടെയാണ് നടത്താൻ ശ്രമിക്കുന്നത്. ആ തിരിച്ചറിവ് വന്നപ്പോഴാണ് ഞാൻ ബഹിർജനം എന്ന് എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ ചേഞ്ച് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇതൊരു കമ്മ്യൂണിറ്റിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിനോടോ കാസ്റ്റിനോടോ ഉള്ള എൻ്റെ എതിർപ്പ് അല്ല. ആ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്ന ആ എക്സ്റ്റെൻഡഡ് സൊസൈറ്റിയോടുള്ള എൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ ഈ ബഹിർജനം എന്നെൻ്റെ പേര് മാറ്റാനുള്ള കാരണം. ഞാനൊരു നർത്തകിയാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തുമായി ഒട്ടനേകം യാത്രകൾ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസുകളും ക്ലാസ്സുകളും മറ്റുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഇപ്പോൾ JNUവിൽ PhD ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വർഷമായിട്ട് അവിടെ ഒറ്റയ്ക്കാണ് ജീവിച്ചു പോകുന്നത്. എനിക്കിത് സാധിച്ചത് സ്ത്രീ എന്ന ഉത്തരയ്ക്ക് പരിമിതികൾ ഇല്ലാത്തത് കൊണ്ടോ ബൗണ്ടറീസ് ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെയൊന്ന് ആരും സെറ്റ് ചെയ്യാത്തത് കൊണ്ടോ അല്ല. അവയെ പിന്നെയും പിന്നെയും മറികടക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത് കൊണ്ടാണ്. അതിലുപരി അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഫാമിലി, എൻ്റെ കൂടെ നടക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ഫാമിലി എനിക്കുണ്ടായിരുന്നത് കൊണ്ടും കൂടെ ആണ്. ഈ ഒരു പ്രിവിലേജ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത്തരത്തിലുള്ള ഒരു പ്രിവിലേജ് എല്ലാ സ്ത്രീകൾക്കും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെയാണ് ഞാനിവിടെ അകവും പുറവുമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊബിലിറ്റി, അകവും പുറവും, ഇത് 2 രീതിയിലാണ് ഞാൻ കാണുന്നത്. ഒന്ന് സ്ത്രീയുടെ അകവും സ്ത്രീയുടെ പുറവും. സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീ സമത്വം എന്ന് വച്ചാൽ അവളെ ആണുങ്ങളെ പോലെ നടത്തുക, ആണുങ്ങളായി മാറുക എന്നുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീത്വത്തിൽ നിന്ന് കൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ ആ സ്ത്രീയെ മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ത്രീക്ക് ഈ സമൂഹത്തിൽ നിൽക്കാൻ കഴിയുക, ആ സ്ത്രീത്വവുമായി കണക്റ്റഡ് ആവുക എന്നുള്ളതാണ് അവളുടെ ഇന്നർ ജേണി, അകത്തേക്കുള്ള ജേണി. എന്നാൽ ആ സ്ത്രീ എന്ന ഐഡൻറ്റിറ്റി, ജെൻഡേർഡ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിക്ക് പുറത്ത് ഒരു വ്യക്തി, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു വെളിയിലോട്ടുള്ള യാത്രയും അവൾക്ക് ആവശ്യമാണ്. അതുപോലെ ഒരു യാത്രയാണ് വീട്ടിൻ്റെ അകത്തും പുറത്തേക്കുമുള്ള അവളുടെ യാത്ര. വീട്ടിനകത്തുള്ള അവളുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി നമ്മൾ അത്ര സംസാരിക്കുന്നില്ല. വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ വീട്ടിനകത്ത് നമ്മൾ ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യം, ബൈ ഡീഫോൾട്ടായിട്ട് സ്ത്രീകൾ കെയർ ഗിവേഴ്സ്, കെയർ ടേക്കേഴ്സ് ആയിട്ടുള്ള പല റോളുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നല്ലത് തന്നെ. പക്ഷെ അതെപ്പോഴും ഒരു സ്ത്രീയുടെ പുറത്ത് മാത്രമാകുമ്പോൾ അവൾ എപ്പോഴും വർക്കിംഗ് വുമൺ ആണെങ്കിൽ പോലും എപ്പോഴും ആ വീട് വിട്ടിട്ട് അവൾക്ക് മനസ്സിൽ നിന്ന് ഒരു ഫ്രീഡമില്ല. ആ ഫ്രീഡം അവൾക്ക് കിട്ടിയാലേ അവൾക്ക് വെളിയിലോട്ടുള്ള ആ യാത്ര സാധിക്കുകയുള്ളൂ. എൻ്റെ പല സോളോ ട്രിപ്പുകളുടെ ഭാഗമായിട്ട് ഞാൻ ഒരിക്കൽ ഋഷികേശിൽ പോയി. ഞാൻ രാംഝൂലയിൽ കൂടെ ഞാനിങ്ങനെ നടക്കുകയായിരുന്നു. രാത്രി 8-8:30 മണിയായ സമയത്ത് ഞാനിങ്ങനെ രാംഝൂലയിൽ കൂടെ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു 900 മീറ്റേഴ്സ് എങ്ങാണ്ടാണ് ആ ഝൂല, ആ ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത്. ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മഴ പെയ്തു. എൻ്റെ ചുറ്റും ഉള്ള എല്ലാവരും പല ദിക്കിലേക്കും ഓടി. അന്ന് ആ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ ആ ലക്ഷ്മൺ ഝൂലയുടെ നടുക്കിങ്ങനെ നിൽക്കുവാണ്. നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്, കോരിച്ചൊരിയുന്ന മഴ. അതിനുപരിയായിട്ട്
തകർത്ത് ഒഴുകുന്ന ഗംഗാ നദി അതിൻ്റെ ചുറ്റും. എനിക്കുണ്ടായ ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു. ഞാൻ ആർത്തുല്ലസിച്ച് ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നൃത്തം ചെയ്തു. കുറച്ച് നേരം ഞാനൊരു സ്ത്രീയാണെന്നോ, ഞാനൊരു അമ്മയാണെന്നോ, ഞാനൊരു ഭാര്യയാണെന്നോ എല്ലാം മറന്നുകൊണ്ട് ഞാനുമായിട്ട് കണക്റ്റഡായിട്ട് നിന്ന് ഞാൻ കുറച്ച് നേരം അതിൽ നിന്ന് എൻജോയ് ചെയ്ത് നൃത്തം ചെയ്തു. അത്തരത്തിൽ ഒരു ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെടാതെ സ്വന്തമായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടെയുള്ള ആ ഒരു എൻജോയ്മെൻറ്റ് എല്ലാ സ്ത്രീകൾക്കും ഒരു പ്രാവശ്യമെങ്കിലും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ടോക്ക് നിർത്തുന്നു. താങ്ക് യു.